Hi viewers, welcome back to Car Darwin. കുറച്ച് നാൾക്ക് മുമ്പാണ് നമ്മുടെ ഹീറോ മാവറിക് 440 എന്ന് പറഞ്ഞ വണ്ടി കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ മുഴുവൻ ഞെട്ടിച്ചത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കൊണ്ടുവന്ന് നമ്മളെ ഒന്നുകൂടെ ഞെട്ടിച്ചേക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.99 ലാക്കിലാണ് ആ ഒരു ബേസ് വേരിയൻറ്റിന്. ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അതിന് 2.24 ലാക്കുകളാണ് പ്രൈസ് വരുന്നത്. ആ ഒരു മിഡ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 2.14 ലാക്കുകളാണ് പ്രൈസ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ എക്സ് ഷോറൂം പ്രൈസാണ്. അപ്പം ഈ ഒരു പ്രൈസിൽ ഈ വണ്ടി നല്ല വണ്ടിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ ഒരു വണ്ടീനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഈ ഒരു വണ്ടി നോക്കിയാൽ നമ്മുടെ X440 ആ ഒരു സെയിം എഞ്ചിനൊക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നിയോ റിട്രോ ലുക്കാണ്. X440 നോക്കുകയാണെങ്കിൽ ഒരു പക്കാ ഒരു റിട്രോ ക്ലാസ്സിൽ ബൈക്ക് എന്ന് പറയാൻ പറ്റും. അപ്പം ആ ഒരു എഞ്ചിൻ്റെ ബിഹേവിയറും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നല്ല ടോർക്ക് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ ഹീറോ കൊടുത്തേക്കുന്നത് ഒരു നിയോ റിട്രോ ലുക്കാണ്. അവർ പറയുന്നത് ഈ ഒരു വണ്ടി ഒരു നമുക്ക് എല്ലാ പർപ്പസിനും പറ്റിയ വണ്ടിയാണ്. അത് സിറ്റിയിൽ ഓടിക്കാം, നമുക്ക് ലോങ് പോകണമെങ്കിൽ ലോങ് പോകാം, അങ്ങനെ എല്ലാ പർപ്പസിനും വേണ്ടി അവർ ഉണ്ടാക്കിയ വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു നിയോ റിട്രോ ലുക്ക് കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ലുക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് 350 ഹൈനസോ അല്ലെങ്കിൽ ആ ഒരു X440 അങ്ങനത്തെ ബൈക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ലുക്കല്ല പ്രധാനം. നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് ഒരുപാട് ഫീച്ചേഴ്സും കിട്ടണം, എന്നാൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ക്രൂസർ ബൈക്ക് വേണം. അതായത് നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകാൻ വേണ്ടി നല്ല കംഫർട്ടബിളായ ഒരു ബൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാവറിക് 440 ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിന് ആ ഒരു സെയിം പ്രൈസാണ് ഇതിന് വരുന്നത്. അതായത് നമ്മുടെ ക്ലാസ് 350യുടെയും ഹൈനസിൻ്റെയൊക്കെ ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത്. പക്ഷേ ഇതിന് ആ വണ്ടികളെക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ വണ്ടികളെക്കാളും കൂടുതൽ പവർ ഉണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നല്ലപോലെ ടോർക്ക് ആ ഒരു എഞ്ചിനാണ്. 36 Nm ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഇതിന് 90% ടോർക്ക് 2000 RPM തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു സെയിം പ്രൈസിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ലുക്കില്ലെങ്കിലും അതിനേക്കാളൊക്കെ ബെറ്ററായ പെർഫോമൻസും കംഫോർട്ടും ഫീച്ചേഴ്സ് തരുന്ന ഒരു വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ആ ഒരു X440 എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതായത് X440 ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. UST ഫോക്ക് വരുന്നില്ല, പിന്നെ ടയറിൻ്റെ സൈസ് ചെറുതാണ്, പിന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു എഞ്ചിൻ ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്, ടോർക്ക് കുറച്ച് കുറവിലാണ് ഈ ഒരു വണ്ടിയിൽ. എങ്കിലും ബേസിക്കലി ഇത് ആ ഒരു X440 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ X440 എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹീറോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊന്നിലും ഒരു പിശുക്ക് കാണിച്ചില്ല. അതായത് ആ ഒരു ഏറ്റവും ബേസ് വേരിയൻ്റ് ഉണ്ട് 2 ലാക്ക് വരുന്ന ആ ഒരു വണ്ടി നോക്കിയാലും അതിലും അത്യാവശ്യം ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു സ്പോക്ക് വീലാണ് വരുന്നത്, അത് മാത്രമേ എടുത്തു പറയേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൽ സ്ലിപ്പർ കച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലാ മോഡലുകളിലും അവർ ആ ഒരു USB ചാർജിങ് ബോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ടോപ്പ് മോഡലിൽ കണ്ട ആ സെയിം ഡിജിറ്റൽ കൺസോൾ തന്നെയാണ് നമുക്ക് ബേസ് വേരിയൻറ്റിലും കൊടുക്കുന്നത്. അപ്പം ഫീച്ചേഴ്സിൽ ഹീറോ വലിയ പിശുക്കുതരം കാണിച്ചിട്ടില്ല. ആ ഒരു കളറിലും പിന്നെ ആ ഒരു അലോയ് വീലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ആ ഒരു ബേസ് വേരിയൻറ്റും ആ ഒരു ടോപ്പ് വേരിയൻറ്റായിട്ട് വ്യത്യാസം വരുന്നുള്ളൂ. ഫീച്ചേഴ്സ് എല്ലായിടത്തും ഹീറോ നല്ലപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൈസിൽ നല്ല പവർഫുള്ളായ നല്ല ഫീച്ചേഴ്സുള്ള അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ക്രൂസ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ് വേണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഡോമിനാർ കിട്ടുന്നതാണ്. നല്ല പവറുണ്ട്, നല്ല ടോർക്കുണ്ട്, നമുക്ക് നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു കുലുക്കും ഇല്ലാണ്ട് വണ്ടി നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് 350 ഹൈനസോ ആ ഒരു വണ്ടിയൊക്കെയാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ലുക്ക് വേണമെന്നില്ല, നല്ല ടോർക്കായ നല്ലൊരു വണ്ടിയാണ് വേണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ലൊരു വണ്ടിയാണ്. ആ ഒരു പ്രൈസിൽ ഹീറോ നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലുക്കിൻ്റെ കാര്യം പലർക്കും പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കാണും. എന്തായാലും ആ ഒരു ബേസ് മോഡലിനാണ് എനിക്ക് ആ ലുക്കിൽ ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു സ്പോക്ക് വീലൊക്കെ വന്നപ്പം ശരിക്കും നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അതായത് ആ ഒരു ടോപ്പ് മോഡലിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി ആ ഒരു ബേസ് വേരിയൻ്റ് തന്നെയാണ്. പിന്നെ ടൂറിങ്ങിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. 13.5 ലിറ്ററിൻ്റെ വലിയൊരു ഫ്യൂൽ ടാങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 191 കിലോഗ്രാമോളം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ആ ഒരു അലോയിലുള്ള വേരിയൻ്റ് ആണെങ്കിൽ പിന്നെയും വെയിറ്റ് കുറയും, 187 കിലോഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ നോക്കിയാൽ നല്ല ടോർക്കായിട്ടുള്ള എഞ്ചിനാണ്. 440 cc ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 27 HP ഒക്കെ അടുത്ത് പവറുണ്ട്. അത് 6000 RPM 27 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 36 Nm എന്ന് പറഞ്ഞാൽ വലിയൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെറും 4000 RPM 36 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിൽ 90% ടോർക്കും 2000 RPM തന്നെ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് പോകണം, ടൂറിനൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ ഹീറോ ആയിരുന്നുണ്ട്. ഫീച്ചേഴ്സും അത്യാവശ്യം നല്ലപോലെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.